ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു ഡ്രോണ് നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ ഡ്രോണിനെ കുറിച്ചാകുന്നു. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാകുന്നു. ഇത് 2060 രൂപയ്ക്കാണ് നമുക്ക് ഈ ഡ്രോണ് ലഭിക്കുന്നത്. ഡ്രോണിനെ കുറിച്ച് തുടക്കക്കാർക്കെല്ലാം ഈ ഡ്രോൺ തന്നെ നമുക്ക് ധാരാളം മതിയാവും. ആദ്യമേ തന്നെ നമ്മൾ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ എല്ലാം ഡ്രോൺ വാങ്ങി അത് അവിടെ ഇവിടെ ഇടിച്ച് അത് ചിലപ്പോൾ നശിച്ചു പോകാനിടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് തുടക്കമാകട്ടെ. ഇത് നല്ലൊരു ഡ്രോൺ തന്നെ. ഇതിനകത്തുള്ള ക്യാമറയും എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അതുകൊണ്ട് തുടക്കക്കാർക്കെല്ലാം ഇത് തന്നെ ധാരാളം. ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വലിയ ഡ്രോണുകളെല്ലാം വാങ്ങുന്നതായിരിക്കും നല്ലത്. ഡ്രോണിന്റെ പാക്കറ്റ് നിങ്ങളിവിടെ അയക്കുകയാണ്. ഇതാണ് ആമസോണിൽ നിന്ന് നമുക്ക് വന്ന പാർസല്. അതിനകത്ത് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നിന്ന് ഒരു ബാഗ് നമുക്ക് ലഭിക്കും. അതിനകത്താണ് ഡ്രോൺ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള നല്ല നല്ല സാധനങ്ങളെല്ലാം ഉണ്ട്. കാരണം ആർക്കും ഞാൻ നേരത്തെ ഒരു മിക്സി വാങ്ങിയിരുന്നു. 1 ജാറുള്ള ഒരു മിക്സിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷെ എനിക്ക് അവർ അയച്ചു തന്നപ്പോൾ 4 ജാറുള്ള നല്ല വിലപിടിപ്പുള്ള നല്ലൊരു മിക്സിയാണ് എനിക്ക് ലഭിച്ചത്. അതേപോലെ ഇപ്പോൾ ഒരു ഡ്രോൺ ബുക്ക് ചെയ്തു. ഡ്രോൺ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതിനകത്ത് ധാരാളം ഫിറ്റിങ്സ് എല്ലാം ഉണ്ട്. 2 ബാറ്ററി ഉണ്ട്. അതേപോലെ അതിൻ്റെ കേബിള്, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അധികം സാധനം ഇതിനകത്തുണ്ടായിരുന്നു. ഇതാണ് ഡ്രോണിന്റെ പാക്കറ്റ്. ഡ്രോൺ ഉണ്ട്, അതിന്റെ റിമോട്ട് ഉണ്ട്, 2 ബാറ്ററി ഉണ്ട്, പിന്നെ അതിന്റെ കേബിള്, പിന്നെ അതിന്റെ എല്ലാ സാധനങ്ങളും നമുക്ക് എക്സ്ട്രായും വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2000 രൂപക്ക് ഒരു നഷ്ടമല്ല. ഇത് നമുക്ക് നല്ലൊരു ലാഭം പോലെയാണ്. കാരണം അത് വാങ്ങി ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. പലരും ഇതിനെക്കുറിച്ചെല്ലാം പല അഭിപ്രായങ്ങളും കമന്റുകളെല്ലാം രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രോണ് പരിചയമുണ്ടെങ്കിൽ ഈ ഡ്രോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അനുഭവത്തിൽ എങ്ങനെയുണ്ട്? എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു മാറ്റമായിരുന്നു, വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ ഡ്രോണ്. ഇതിന് 4 പ്രൊപ്പല്ലർ ഗാർഡ് ഉണ്ട്. ആ പ്രൊപ്പല്ലർ ഗാർഡ് കൂടാതെ ഒരു 4 ലീഫും എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുള്ള തകരാറുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് താഴെ വീണാലും ഒന്നും പെട്ടെന്ന് വലിയ കേട് സംഭവിക്കുന്ന രീതിയിലൊന്നും അല്ല. കാരണം ഇത് വളരെ കനം കുറഞ്ഞതും ഭാരം കുറഞ്ഞതും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നശിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഒരു പ്രാവശ്യം അത് ആദ്യം പറപ്പിച്ചപ്പോൾ തന്നെ പോയി ഇടിച്ചു വീണു. പക്ഷെ അതിനൊന്നും സംഭവിച്ചില്ല. ഇത് അതിനകത്ത് സ്ക്രൂ ഡ്രൈവർ എക്സ്ട്രാ ഉണ്ട്. എന്തെങ്കിലും അതിന്റെ ലീഫോ ഫാനിന്റെ ലീഫോ ഇതൊക്കെ മാറ്റാനുണ്ടെങ്കിൽ ആ സ്ക്രൂ ഡ്രൈവർ ഒഴിച്ച് നമുക്ക് തന്നെ അഴിച്ചതൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് വാറണ്ടി കാർഡാണ്. ഈ കാർഡിൽ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാറണ്ടിയുമായിട്ട് കണക്ഷൻ ആവും. അതിന്റെ വിശദാംശങ്ങളെല്ലാം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇത് കസ്റ്റമർ കാർഡാണ്. അപ്പോൾ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വാറണ്ടിയും ഇതെല്ലാം വരുന്നത്. ഇതിനകത്ത് ബാറ്ററി 2 ബാറ്ററി ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്ക് ആവശ്യത്തിന് മതി ഇത്. കാരണം നമ്മൾ ഇത് തന്നെ എപ്പോഴും പറപ്പിച്ചുകൊണ്ടിരിക്കുന്നൊന്നുമില്ല. ഒരു 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറപ്പിക്കാൻ സാധിക്കും ഒറ്റ ചാർജിങ്ങിൽ ബാറ്ററി. ഇപ്പൊ 2 ബാറ്ററി ഉണ്ട്. നമുക്ക് അരമണിക്കൂർ നല്ലവണ്ണം ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ ഡ്രോണ്, ഇത് അതിന്റെ റിമോട്ട്, ഇതെല്ലാം നല്ല കണ്ടീഷനായിട്ട് നല്ല പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ വലിയ ഡ്രോണുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെയും പ്രവർത്തനങ്ങളെല്ലാം തന്നെ. പിന്നെ ഏതോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് സ്വിച്ചുകളും ബട്ടണുകളും എല്ലാം നമുക്ക് എക്സ്ട്രാ അധികമുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ വെക്കാനുള്ള ഒരു സ്റ്റാൻഡും അതിനകത്തുണ്ട്. മൊബൈലിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ റിമോട്ടിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. കാരണം ഒരു വിധത്തിൽ നമുക്കൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയ്ക്കും അത് നമ്മളെ കയ്യിൽ ലഭിച്ചു കഴിയുമ്പോൾ നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഇത് തന്നെ ധാരാളമാണ്, ഇത് തന്നെ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഡ്രോണ് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. യാതൊരു കളിപ്പീരൊന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
അതിനകത്ത് ആദ്യം തന്നെ ബാറ്ററി ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. ആദ്യം തന്നെ ബാറ്ററി ഇടുക. 2 ബാറ്ററിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സാധാരണ ഡ്രോണൊക്കെ വാങ്ങുമ്പോൾ ഒരു ബാറ്ററി കിട്ടാറുള്ളൂ എന്ന് എല്ലാവരും പറയുന്നത്. എന്നാൽ 2 ബാറ്ററി അതിനകത്തുണ്ട്. ഇതാണ് ഡ്രോണ്. അത് ആദ്യം തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊപ്പല്ലറും ഇതെല്ലാം ഒന്ന് വൈഡ് ചെയ്യുക. അതെല്ലാം ഒന്ന് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ ആക്കിയതിന് ശേഷം അതിന് മുകളിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആവും. നമ്മളത് ഓൺ ആകുമെന്ന് വെച്ചാൽ ഒന്നും അത് പറക്കത്തില്ല. നമ്മളത് പറപ്പിച്ചാലേ അത് പറക്കത്തുള്ളൂ. റിമോട്ടിലാണ് അതിൻ്റെ ബാലൻസിങ് എല്ലാം ഉള്ളത്. മൊബൈലിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ആപ്പ് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം വരുന്നതാണ്. ഇതാണ് അതിൻ്റെ ബട്ടൺ. അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് ഓപ്പൺ ആവും. അപ്പോൾ അതിൻ്റെ അടിയിൽ സെൻസർ ഉണ്ട്. അപ്പോൾ കൈ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്, സെൻസർ ഉള്ളതുകൊണ്ടാണ് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സിഗ്നൽ. അപ്പോൾ അതിങ്ങനെ മിന്നി വരാതെ നിൽക്കാൻ നേരത്താണ്, കത്തി നിൽക്കുമ്പോഴാണ് ഇതുമായിട്ടും അതിൻ്റെ റിമോട്ടുമായിട്ട് കണക്റ്റ് ആവുന്നത്. ഇപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യാണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ ആ ബ്ലിങ്ക് അങ്ങ് നിൽക്കും. ഇപ്പോൾ ബ്ലിങ്ക് നിന്ന് കണ്ടോ. ഇപ്പോൾ അത് പറക്കാൻ തയ്യാറായതിന് ഓക്കെ ആണ് എന്നുള്ളതിൻ്റെ സൂചനയാണത് ബ്ലിങ്ക് ചെയ്യുമ്പോൾ. ഇനി അതിൻ്റെ റിമോട്ട് മുകളിലേക്കൊന്ന്, ലെഫ്റ്റ് സൈഡിലുള്ളത് മുകളിലേക്കൊന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആകും, ഓൺ പൊസിഷനിലാവും. അപ്പോൾ തന്നെ അത് ഓഫ് ആകും. നമ്മൾ വീണ്ടും അത് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പറക്കുന്നതാണ്. ഇതാണ്, വളരെ സിമ്പിളാണത്. അപ്പം നമുക്ക് തുടക്കക്കാർക്ക് ഇത് ആദ്യമേ തന്നെ നമ്മൾ ഒരെണ്ണം ബുക്ക് ചെയ്ത് എങ്ങനെ പറപ്പിക്കും, എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് നമുക്ക് ഇത് തന്നെ ധാരാളം മതി. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എല്ലാം ചിത്രീകരിക്കാൻ സാധിക്കും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ വീഡിയോ എല്ലാം നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയത്തുള്ളൂ. 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഒക്കെ ഡ്രോൺ വാങ്ങിയിട്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, അതിന്റെ സെയിം പ്രവർത്തനം തന്നെയാണ് ഇതിലും. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒരല്പം കൂടി ക്ലാരിറ്റിയൊക്കെ. അപ്പൊ നമ്മൾ എല്ലാം ഒന്നും വീഡിയോയിലല്ല, നമ്മൾ ഡ്രോണിലല്ലല്ലോ എല്ലാം ഒന്നും നമ്മൾ പകർത്തുന്നത്, ഏതോ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. അപ്പൊ നമുക്ക് ഈ ഡ്രോൺ തന്നെ ധാരാളമാണ്. ഇതാണ് അതിന്റെ ബാറ്ററി കോഡ്. ബാറ്ററിയിൽ അതിൽ തന്നെ ആ പിന്ന് നമുക്ക് കുത്തി ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 2 ബാറ്ററി ഉണ്ട്. അതുപോലെ ഈ പിന്ന് ഇതിൽ കുത്തിയതിന് ശേഷം നമ്മൾ കറണ്ടിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആകുന്നതാണ്. അങ്ങനെ 2 ബാറ്ററി നമ്മൾ ഫുള്ളാക്കി ചാർജ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് നമുക്ക് വെക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്. പിന്നെ അതിന്റെ ക്യാമറ ഓട്ടോമാറ്റിക് അല്ല, അത് കൈകൊണ്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു പൊസിഷനിൽ വെക്കണം, ഇത്ര മാത്രം. കാരണം ഇതൊന്നും ഓട്ടോമാറ്റിക്കിന്റെ ആവശ്യമില്ല. നമ്മളല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏത് പൊസിഷനിൽ വെക്കണം എന്നെല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ. ഇതിനെല്ലാം ലക്ഷങ്ങൾ മുടക്കി കാശ് കളയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് വലിയ ഡ്രോണിലെല്ലാം ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ തന്നെ ഈ ചെറിയ ഡ്രോണും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ലാഭം. ഇനി ഏതായാലും വിധത്തിൽ ഇത് നശിക്കുകയോ നഷ്ടപ്പെട്ടു ചെയ്താൽ തന്നെ നമുക്ക് 2000 രൂപയെല്ലാം പോകുന്നുള്ളൂ. എന്തായാലും 1 ലക്ഷം രൂപയുടെ സാധനമെല്ലാം നമ്മൾ ഉപയോഗിച്ച് അത് നശിച്ച് പൈസ നഷ്ടപ്പെടുന്ന ദുഃഖത്തിലാകുന്നതിനേക്കാൾ നല്ലത് ഇതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മാക്സിമം നല്ല ക്വാളിറ്റിയാണ്. കാണുമ്പോൾ വളരെ ഒരു കുഞ്ഞൻ ഡ്രോൺ ആണെങ്കിലും നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇത് തന്നെ നമുക്ക് ആവശ്യത്തിന് ധാരാളം മതി. അപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ ഇങ്ങനെ നല്ലൊരു ഡ്രോൺ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഈ ഡ്രോണ് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ധാരാളം പൈസ ചെലവഴിക്കുന്നതിനേക്കാൾ ഇത് നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പഠിക്കാനും തുടക്കക്കാർക്കും എല്ലാം പഠിക്കാനും ഒക്കെ ഇത് തന്നെ ധാരാളം മതി. പിന്നെ അതിൻ്റെ ബാലൻസ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ചെയ്യുന്നതാണ്. ഇതാണ് അൺബോക്സ് ചെയ്തപ്പോൾ ലഭിച്ച നല്ലൊരു അനുഭവം, എനിക്ക് ലഭിച്ച നല്ലൊരു ഡ്രോണിന്റെ ബോക്സ്. അപ്പോൾ ഇത് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മനോഹരമായ നല്ല നല്ല വീഡിയോകളെല്ലാം നേരത്തെയും ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങളെല്ലാം ഒന്ന് കാണണം. ഡ്രോണിന്റെ എവിടെയെല്ലാം നമുക്ക് ഡ്രോൺ ഉപയോഗിക്കാം, റെസ്ട്രിക്റ്റഡ് ഏരിയ, അതിന്റെ ലൈസൻസും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും.
ഡ്രോണിനെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനിടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോകളും നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. നിങ്ങളുടെ മറ്റുള്ള വീഡിയോകളും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് അത് പ്രയോജനമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടു നോക്കിയാലേ അറിയത്തുള്ളൂ. നിങ്ങൾ ഏതായാലും മറ്റുള്ള വീഡിയോകളും ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും രേഖപ്പെടുത്തണമെന്ന് ഉറപ്പിച്ചുകൊള്ളുന്നു. ഇതുവരെയും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഡ്രോണിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന നിങ്ങളിത് ആമസോണിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കളിപ്പിലൊന്നുമില്ല. ഞാൻ ധാരാളം സാധനങ്ങളെല്ലാം ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡീലിങ്സ് എല്ലാം കറക്റ്റാണ്, കൃത്യമാണ്, പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അവർ എല്ലാം അയച്ചു തരുന്നത്. ഒരു മിക്സി വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 ജാറിന്റെ ഒരു മിക്സിയാണ് ബുക്ക് ചെയ്തതെങ്കിലും എനിക്ക് 4 ജാറുള്ള, കാരണം അതിനേക്കാൾ 1000 രൂപ കൂടെ എക്സ്ട്രാ വിലയുള്ള നല്ല മിക്സിയാണ് അവർ എനിക്ക് അയച്ചു തന്നത്. ഇപ്പോൾ ഞാൻ ഈ ഡ്രോൺ ബുക്ക് ചെയ്തപ്പോൾ സാധാരണ ഒരു ബാറ്ററിയിലേക്കുള്ള പരസ്യമാണ് കണ്ടതെങ്കിലും അതിനകത്ത് ഡ്രോൺ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഐറ്റംസ് അതിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു നഷ്ടമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് മുടക്കിയ പൈസയേക്കാൾ ധാരാളം യൂസ്ഫുൾ ആണ് എനിക്ക്. അതുകൊണ്ട് നിങ്ങളും ഇത് ഒന്ന് വാങ്ങി അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.